നമ്മുടെ സ്വന്തം ഷൊർണൂർ ജംഗ്ഷൻ. അതിരാവിലെ തന്നെ ഞാനും അച്ഛനും ഒരു ട്രെയിൻ യാത്ര പോവുകയാണ് കോയമ്പത്തൂർ വരെ. 2 ദിവസങ്ങൾക്ക് മുമ്പ് മാധവൻ നായകനായ GD എന്നൊരു സിനിമ കണ്ടു. GD നായിഡുവിന്റെ ബയോപിക് ആയിട്ടുള്ള ഈ സിനിമ കണ്ടത് തൊട്ട് അച്ഛന് GD നായിഡു മ്യൂസിയം കാണാൻ ഒരു ആഗ്രഹം. അങ്ങനെ രാത്രി 10 മണിക്ക് എടുത്ത തീരുമാനത്തിന്റെ പുറത്താണ് ഇന്ന് രാവിലെ 5 മണിക്ക് ഇപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നതും കോയമ്പത്തൂർക്ക് പോകുന്നതും. ആ ആകാശത്തിന്റെ ഭംഗിയൊന്ന് നോക്കൂ. രാത്രിയുടെ ഇരുട്ടിൽ നിന്നും പകലിന്റെ വെളിച്ചത്തിലേക്ക് ഉള്ള ഒരു ട്രാൻസിഷൻ പീരീഡാണ്. ചന്ദ്രൻ പോയിട്ട് സൂര്യൻ വരാനുള്ള സമയമായി. മംഗലാപുരത്ത് നിന്നല്ല രാത്രി 11:50 പുറപ്പെട്ട് പുരച്ചിത്തലൈവർ MG രാമചന്ദ്രൻ സെൻട്രൽ, അതായത് ചെന്നൈ വരെ പോകുന്ന ട്രെയിനാണ്. ട്രെയിന് ഇന്ന് 1.5 മണിക്കൂറോളം ലേറ്റാണ്. അങ്ങനെ 4ാം പ്ലാറ്റ്ഫോമിലേക്ക് പതുക്കെ കയറി വരികയാണ് അവൻ. ഒരുപക്ഷെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ടായിരിക്കാം വീഡിയോന്റെ തുടക്കത്തിൽ കാണിച്ച മനോഹരമായ കാഴ്ചകൾ എനിക്ക് പകർത്തിയെടുക്കാൻ സാധിച്ചത്. ട്രെയിനിന്റെ വരവോടുകൂടി ആകാശത്തിന്റെ നിറം നീലയിൽ നിന്നും വെള്ളയിലേക്ക് മാറിയത് ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത്. വണ്ടി കഴുകിയിട്ട് കുറെ കാലമായ പോലെ ഉണ്ടല്ലോ. മഴ കൊണ്ടിട്ട് കഴുകിയല്ലേ. ദ മോസ്റ്റ് ഫേമസ് ചെന്നൈ ട്രെയിൻ, വെസ്റ്റ് കോസ്റ്റ്. അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിലാണ് ഞങ്ങളുടെ യാത്ര. പക്ഷേ ഭാഗ്യമുള്ളതുകൊണ്ട് സീറ്റ് കിട്ടി. പാലക്കാട് പിന്നിട്ടതിന് ശേഷം ക്യാമറയുമായി ഞാൻ ഡോറിനടുത്തേക്ക് നീങ്ങി. സമയം ഏകദേശം 7:15 ഒരുപാട് യാത്രകൾ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ, ഒരു 2 വർഷം മുമ്പ് വരെ. എന്നാൽ ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് ആ യാത്രകൾ വളരെയധികം കുറഞ്ഞെന്ന് എനിക്കറിയാം. അങ്ങനെ വീണ്ടും ഒരു യാത്ര പോവുകയാണ്. സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിനിടയിൽ ഇത്തരത്തിലുള്ള കൊച്ചു യാത്രകൾ നമ്മളെ റിഫ്രഷ് ചെയ്യാൻ വളരെയധികം സഹായിക്കും. പശ്ചിമഘട്ടത്തിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ട്രെയിൻ കഞ്ചിക്കോട് നിന്ന് വാളയാറിലേക്ക് കുതിക്കുകയാണ്. ഈ റൂട്ടിലൂടെ മിക്കപ്പോഴും ബാംഗ്ലൂർക്കും ചെന്നൈക്കും ഞാൻ യാത്ര ചെയ്തിരുന്നത് രാത്രികളിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഭംഗി പകൽ സമയത്ത് നിങ്ങളോടൊപ്പം ആസ്വദിക്കുന്നത് എനിക്കും പുതുമയുള്ളൊരു കാര്യമാണ്. വണ്ടി വാളയാറ് ഇട്ടേക്കുവാണ്. വേറെ ഏതെങ്കിലും വണ്ടി ക്രോസ് ചെയ്യാനായിരിക്കും. പണ്ടൊരിക്കൽ ഇതുവഴി യാത്ര ചെയ്യുമ്പോഴേ കുറേ ആനകൾ ഒരുമിച്ച് പാസ് ചെയ്യുന്നൊരു കാഴ്ച കണ്ടിട്ടുണ്ട്. അന്ന് പിന്നെ ക്യാമറയിൽ അത് ഷൂട്ട് ചെയ്യാനുള്ളൊരു ബുദ്ധി തോന്നിയില്ല. 1-2 ആനകളൊന്നല്ല, ഒരുപാട് ആനകൾ. 10 മിനിറ്റോളം കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വാളയാർ സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ ട്രെയിനിന് ഇവിടെ സ്റ്റോപ്പൊന്നുമില്ല. മറ്റൊരു ട്രെയിനിന്റെ ക്രോസിംഗ് ഉണ്ടാവും എന്ന് വിചാരിച്ചെങ്കിലും അതും ഉണ്ടായില്ല. പൊതുവെ ഇങ്ങനെയുള്ള യാത്രകളിൽ തൊട്ടപ്പുറത്തെ ട്രാക്കിലൂടെ അതിവേഗത്തിലൊരു ട്രെയിൻ പാസ് ചെയ്യുന്ന കാഴ്ച അതിമനോഹരമല്ലേ? അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഇന്ന് എനിക്ക് സാധിച്ചില്ല. പഠിക്കുന്ന കാലത്ത് ഒരുപാട് കയറിയ മലയാണത്. കാരണം ഞാൻ ഇവിടെ ഈ മധുക്കരയിലാണ് താമസിച്ചിരുന്നത്. നമ്മുടെ ഒരു 3 വർഷം മധുക്കരയിലായിരുന്നു. ആ സമയത്ത് ഞായറാഴ്ച ആയിക്കഴിഞ്ഞാൽ ഈ മല കയറുമ്പോൾ അന്ന് ഇത്രയ്ക്കൊന്നും വെൽ ഓർഗനൈസ്ഡ് അല്ല. അതായത് പടികളൊന്നും അത്ര എനിക്ക് പറയുമ്പോൾ തന്നെ ഒരു വിഷമം തോന്നുന്നു. സത്യം പറഞ്ഞാൽ ഒരു കാലം അതിന് തിരിച്ചു കിട്ടില്ലല്ലോ. ട്രെയിൻ അങ്ങനെ മധുക്കരയും പിന്നിടുകയാണ്. വാളയാറിലേതുപോലെ ഇവിടെയും ഒരു ഒഫീഷ്യൽ സ്റ്റോപ്പ് ഈ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസിന് ഇല്ലെങ്കിലും ഇവിടെയും നിർത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള കോയമ്പത്തൂർക്ക് അധികം ദൂരമൊന്നുമില്ല. കാറിൽ യാത്ര ചെയ്യാമെന്നായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാന്. അത് മാറ്റി ട്രെയിനിൽ വരാമെന്ന് വിചാരിച്ചത് ഇപ്പം നല്ലൊരു തീരുമാനമായി തോന്നുന്നു. കാരണം കൂടുതൽ പ്രകൃതി ഭംഗി ആസ്വദിക്കാനും അത് വ്ളോഗ് ചെയ്യാനും ഈ ട്രെയിൻ യാത്രയിലൂടെ എനിക്ക് സാധിച്ചു. 8:30 കോയമ്പത്തൂരിലെ 5ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഞങ്ങളെ ഇറക്കി വിട്ടിട്ട് ട്രെയിനും അതിലെ യാത്രക്കാരും ചെന്നൈയിലേക്ക് പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ജേണി. ഇന്ത്യയിൽ തിരക്കേറി ഏത് റെയിൽവേ സ്റ്റേഷനിൽ യാത്ര ചെയ്യുമ്പോഴും ബാഗ് ഫ്രണ്ട് സൈഡിലിട്ട് യാത്ര ചെയ്യുന്നതാണ് നല്ലതെന്ന് എൻ്റെ അമ്മാവൻ അജിമാമയാണ് എനിക്ക് പറഞ്ഞു തന്നത്. നീലഗിരി മൗണ്ടൻ റെയിൽവേസിന് കീഴിലുള്ള സ്വിറ്റ്സർലാൻഡ് നിർമ്മിതമായിട്ടുള്ള ഒരു പഴയ ലോക്കോമോട്ടീവാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന് മുന്നിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. എഞ്ചിൻ നമ്പർ 37389, ബിൽറ്റ് ഇൻ ദ ഇയർ ഓഫ് 1925. ഏകദേശം 50 ടൺ വെയിറ്റുള്ള ഈ ഒരു ലോക്കോമോട്ടീവ് മേട്ടുപ്പാളയത്ത് നിന്ന് കൂണൂർ റൂട്ടിൽ സർവീസ് നടത്തിയിരുന്നതാണ്. ചെന്നൈ സെൻട്രലിന് ശേഷം തമിഴ്നാട്ടിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനാണ് കോയമ്പത്തൂർ. കൊങ്ക് നഗരം എന്നായിരുന്നു ഈ സിറ്റിയുടെ ആദ്യത്തെ പേര്. പിന്നീട് അത് കോവയായി കോയമ്പത്തൂരായി. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആര്യാസിലാണ് വന്നിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ആര്യാസിൽ മുമ്പ് രവിക്കും സായുജിനൊപ്പം ഒരിക്കൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്.
ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഫുഡ് വ്ളോഗ് അല്ലാത്തതുകൊണ്ട് കാര്യമായി ഫുഡിലേക്ക് ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങൾ 2 ഇഡ്ഡലിയും 2 പൂരിയാണ് പറഞ്ഞത്. ഒരു ഇഡ്ഡലി ഞാൻ അച്ഛന് കൊടുത്തു, അതുപോലെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരു പൂരി ഇങ്ങോട്ട് വാങ്ങി. ഒരു പൂരി തന്ന് ബാർട്ടർ സിസ്റ്റം. എന്തോ ഇഡ്ഡലി എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ പൂരി ആൻഡ് മസാലക്കറി അൾട്ടിമേറ്റ് ആയിരുന്നു. കഴിഞ്ഞ ഭാരത് വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ കാര്യമാണ് അവിടുത്തെ തൈര് വട ട്രൈ ചെയ്തു നോക്കാമായിരുന്നു എന്ന്. ശരി, അത് മിസ്സായി. ഇനിയിപ്പോൾ അത് കഴിക്കാൻ വേണ്ടി മാത്രം ഭാരതിൽ വീണ്ടും ഉടനെ പോകണ്ടല്ലോ. ഞാൻ അധികം ട്രൈ ചെയ്യാത്തൊരു ഐറ്റമാണ് ഈ തൈര് വട. തൈരിൽ പുളി അല്പം കൂടുതലാണ്. അത് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ സാധാരണ ഉഴുന്നുവട എല്ലാവരും അതിലിട്ടിരിക്കുന്നത്. വടയിൽ പൊതുവെ കാണുന്ന ആ തുളയില്ല, ഒരു ബോണ്ട പോലെ ഉണ്ട്. അതിനുശേഷം ഞങ്ങളൊരു കാപ്പിയും കുടിച്ച് ആര്യാസിൽ നിന്ന് ഇറങ്ങി. തമിഴ്നാട് പോലീസിന്റെ ആദ്യത്തെ പോലീസ് മ്യൂസിയമാണ് നിങ്ങളീ കാണുന്നത്, കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷന് നേരെ മുന്നിലായിട്ട്. 2017 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ എടപ്പാടി പഴനിസ്വാമിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. ഈ വ്ളോഗിന്റെ പ്രധാന ആകർഷണവും ലക്ഷ്യവുമായ GD നായിഡു മ്യൂസിയത്തിലേക്കാണ് ഇനി നമ്മുടെ യാത്ര. TNSTCയുടെ ഒരു ലോ ഫ്ലോർ ബസ്സിലാണ് ഞങ്ങൾ കയറിയത്. തമിഴിലെ ബസ്സിന് പേരുന്ത് എന്ന് പറയും. പ്രൈവറ്റ് ബസ്സിനേക്കാൾ ഇത്തരം ലോ ഫ്ലോർ ബസ്സുകളിൽ ടിക്കറ്റ് റേറ്റ് അല്പം കൂടുതലാണ്. GD നായിഡു മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അവിനാശി റോഡിലുള്ള അണ്ണാസാലയ്ക്ക് അടുത്താണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിപുരം ഭാഗത്തേക്ക് പോകുന്ന ഏത് ബസ്സിലും നിങ്ങൾക്ക് കയറി അണ്ണാസാലയ്ക്ക് മുന്നിൽ ഇറങ്ങാം. സമയം ഏകദേശം 9:20 കോയമ്പത്തൂർ നഗരത്തിലെ പല കടകളും തുറക്കാത്തത് എന്നെ അത്ഭുതപ്പെടുത്തി. ഒരുപക്ഷെ ഞായറാഴ്ച ആയതുകൊണ്ട് പല കടകൾക്കും അവധിയായിരിക്കാം. അണ്ണാസാലയ്ക്ക് മുന്നിൽ ഞങ്ങൾ ബസ് ഇറങ്ങി. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അധികായന്മാരായിരുന്ന ശ്രീ അണ്ണാദുരൈ, ശ്രീ MG രാമചന്ദ്രൻ, ശ്രീമതി ജയലളിത എന്നിവരുടെ പ്രതിമകളാണ് നിങ്ങളിവിടെ കാണുന്നത്. അവിടെ നിന്നും 400 മീറ്റർ നടന്ന് ഞങ്ങൾ എക്സ്പെരിമെൻ്റ് സയൻസ് സെൻറ്റർ അഥവാ GD നായിഡു മ്യൂസിയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ഡിസ്പ്ലേ സ്ക്രീനിൽ ഓരോ പ്രായക്കാർക്കുമുള്ള എൻട്രി പാക്കേജിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ 200 രൂപയുടെ കാർ മ്യൂസിയം ആൻഡ് സയൻസ് മ്യൂസിയം കോംബോ പാക്കേജാണ് എടുത്തിരിക്കുന്നത്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം ആദ്യ അനുഭവമാണെങ്കിലും ഞാൻ 2ാം തവണയാണ് ഇവിടെ വരുന്നത്. 4 വർഷം മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2022 ജൂൺ 20 ഞാനിവിടെ ആദ്യമായി വന്നത്. അത് കൃത്യമായി ഓർത്തു വെക്കുന്നത് അന്നെൻ്റെ പിറന്നാളായിരുന്നു. നമ്മുടെ അർജു വ്ളോഗ്സിൻ്റെ 3ാമത്തെ വ്ളോഗ് ഇവിടെ വെച്ചായിരുന്നു. നിങ്ങൾ ഈ കാണുന്ന എൻട്രി ഹാളിനപ്പുറത്തേക്ക് വ്ളോഗിംഗ് ക്യാമറകളോ മൈക്കോ അനുവദനീയമല്ല. ആ നിയമം ഉറപ്പുവരുത്താനായി ഇവിടുത്തെ സ്റ്റാഫ്സ് വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള റിസ്ക് ഒന്നും എടുക്കാതെ മൊബൈൽ ക്യാമറയിൽ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് നല്ലൊരു നരേഷനോടുകൂടിയും മ്യൂസിക്കോടുകൂടിയും നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചു. ഗോപാലസ്വാമി ദൊരൈസ്വാമി നായിഡു അഥവാ GD നായിഡു 1893 തമിഴ്നാട്ടിലെ കലൈങ്കലിൽ ജനിച്ച അദ്ദേഹം ശാസ്ത്രരംഗത്തും ഓട്ടോമൊബൈൽ രംഗത്തും നൽകിയ സേവനങ്ങൾ ഒരുപാട് വലുതാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ എഡിസൺ എന്ന നാമത്തിൽ അദ്ദേഹത്തെ അറിയപ്പെടുന്നു. ഏതൊരു വാഹനപ്രേമിയും തീർച്ചയായും ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് GD നായിഡു മ്യൂസിയം. 2015 GD ഗോപാൽ തൻ്റെ പിതാവായ ശ്രീ GD നായിഡുവിൻ്റെ ഓർമ്മയ്ക്കായാണ് ഈ മ്യൂസിയം നിർമ്മിച്ചത്. ഉദ്ഘാടന വേളയിൽ ബ്രിട്ടൻ, ജപ്പാൻ, ജർമ്മനി, ഫ്രാൻസ്, USA, സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നും ഒരു അതുല്യ ശേഖരം തന്നെ അദ്ദേഹം ഇവിടെ എത്തിച്ചു. ഇവിടെ ഏകദേശം 40ഓളം ബ്രാൻഡുകളിലായി 100ഓളം കാറുകളുണ്ട്. ഇതിൽ 4 പതിറ്റാണ്ടായി GD നായിഡു ചാരിറ്റീസിൻ്റെ സ്വകാര്യ ശേഖരവും മറ്റ് വിൻറ്റേജ് കാർ പ്രേമികളുടെ സംഭാവന ചെയ്ത കാറുകളും ഉൾപ്പെടുന്നു. ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിൽ ഉൾപ്പെടുന്ന ഈ ഒരു കാർ മ്യൂസിയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച കാർ മ്യൂസിയങ്ങളിൽ ഒന്നാണ്. 19, 20, 21 നൂറ്റാണ്ടുകളിലെ വിവിധ ബ്രാൻഡഡ് കാറുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. എല്ലാ കാറുകൾക്കും അടുത്ത് അതിൻ്റെതായ ഡീറ്റെയിൽ സ്പെസിഫിക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏതൊരു കാണിക്കും ഇവിടെ നിന്ന് നല്ലൊരു അനുഭവമാണ് ലഭിക്കുന്നത്. 2 നിലകളിലായി ഒരുക്കിയിരിക്കുന്ന ഈ ഒരു മ്യൂസിയത്തിലെ താഴത്തെ നിലയിൽ വിദേശ കമ്പനി കാറുകളും 1ാം നിലയിൽ ഇന്ത്യൻ ബ്രാൻഡഡ് കാറുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഫോർഡ്, BMW, റോൾസ് റോയ്സ്, വോൾസ്വാഗൻ, മെഴ്സഡൈസ്, ടൊയോറ്റ എന്നീ വിദേശ ബ്രാൻഡുകൾ ഇവയിൽ ചിലതാണ്.
ഇവിടെ ഞാൻ ഇന്ന് കണ്ട ഏറ്റവും ചെറിയ കാറാണിത്. ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാവുന്ന ഈ കാറിൻ്റെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് എങ്ങനെ ആളുകൾ കയറുമെന്ന് എനിക്ക് കൗതുകമായിരുന്നു. അതുപോലെ തന്നെ ഡോറുകളൊന്നും തന്നെ ഇല്ലാതെ ഫ്രണ്ട് സൈഡിലെ ബോണറ്റിലൂടെ കയറാവുന്ന ഒരു കാറ്. പുറകുവശത്ത് എഞ്ചിൻ സംവിധാനമുള്ള ഇത്തരം കാറുകൾ നമ്മൾ ഇംഗ്ലീഷ് കോമിക് സിനിമകളിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ. മൈസൂർ രാജാവായിരുന്ന കിങ് ജയ്സിംഗ് ലണ്ടനിൽ വെച്ച് കണ്ടിഷ്ടപ്പെട്ട് ഇന്ത്യയിലേക്ക് എത്തിച്ച ഒരു റോൾസ് റോയ്സ് കാറാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതിനെ കാറെന്നല്ല, ഒരു രഥം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അല്ലേ. ഇന്റർനാഷണൽ നിലവാരത്തോടു കൂടിയ വളരെ ചുരുക്കം കാർ മ്യൂസിയങ്ങളെ ഇന്ത്യയിലുള്ളൂ. ഹരിയാനയിലെ ഗുരുഗ്രാമിലുള്ള ഹെറിറ്റേജ് ട്രാൻസ്പോർട്ട് മ്യൂസിയം, മൈസൂരിലെ പയാന കാർ മ്യൂസിയം, അഹമ്മദാബാദിലെ ഡാസ്റ്റൺ ഓട്ടോ വേൾഡ് എന്നിവ അവയിൽ എടുത്തു പറയേണ്ട ചിലതാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ കാഴ്ചകൾ ഏകദേശം കണ്ട് ഒന്നാം നിലയിലേക്ക് എത്തുമ്പോൾ ഞാൻ കണ്ടത് 18-19 നൂറ്റാണ്ടുകളിൽ ഉപയോഗിച്ചിരുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലും പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സുകളുടെ പിക്ചേഴ്സാണ്. ഇനി നമ്മൾ കാണുന്നത് GD നായിഡു ഇന്നോവേഷനിൽ 1940 നിർമ്മിതമായ UMS വുഡ് ഗ്യാസിഫയർ ബസ്സാണ്. USA ജനറൽ മോട്ടോഴ്സിന്റെ ഷെവർലെറ്റ് മോഡൽ ബസ്സാണിത്. കോവൈ, ഉടുമലൈ, പഴനി റൂട്ടിലാണ് ഈ ബസ് സർവീസ് നടത്തിയിരുന്നത്. MDC 1849. ഈ ബസ്സിന്റെ നിർമ്മാണത്തിന് ശേഷം ആദ്യമായി ഈ ബസ് ഓടിച്ചത് ശ്രീ GD നായിഡു ആണെന്നുള്ളതും ഒരു സവിശേഷതയാണ്. 28 മുതൽ 32 പേർക്ക് വരെ ഒരേ സമയം യാത്ര ചെയ്യാവുന്ന ഈ ബസ്സിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത് 60 മൈൽസ് പെർ ഹവർ ആണ്. 6 സിലിണ്ടറുകളോടുകൂടിയ പെട്രോൾ എഞ്ചിനാണ് ഈ ബസ്സിന്റെ പിൻവശത്തായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. 4 വർഷങ്ങൾക്കപ്പുറം ഈ മ്യൂസിയത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം എനിക്ക് പുതിയ കാഴ്ചകളായിരുന്നു. രംഗോലി മോഡലിലുള്ളൊരു സാൻഡ്രോ കാറ്, ഇത്തരത്തിലുള്ളൊരു കാറ് ഇപ്പോൾ കേരളത്തിലൂടെ ഓടിച്ചു കഴിഞ്ഞാൽ MVD പെറ്റിയടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നിരുന്നാലും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ ആണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 90കളിലെയും 2000ന്റെ തുടക്കങ്ങളിലെയും സിനിമകളിൽ നായകന്മാരും വില്ലന്മാരും ഉപയോഗിച്ചിരുന്ന മാരുതി ജിപ്സി, അതുപോലെ തന്നെ പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ഫയർ എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത്. കോയമ്പത്തൂരിലെ പക്ഷിരാജ സ്റ്റുഡിയോസിൻ്റെ ഒരു സിനി ബസ്. ഇത് മറ്റൊരു സിനി ബസ്സാണ്. അന്നത്തെ കാലത്തെ ഒരു കാരവൻ തന്നെയാണെന്ന് പറയാം. ഇനി നമുക്ക് ഹൈ പെർഫോമൻസ് കാറുകളുടെ സെക്ഷനിലേക്ക് പോവാം. തിങ്കളാഴ്ചകൾ ഈ മ്യൂസിയത്തിന് അവധിയാണ്. അതോടൊപ്പം തന്നെ എല്ലാ പബ്ലിക് ഹോളിഡേയ്സും. മറ്റു ദിവസങ്ങളിൽ രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6:30 വരെയാണ് സന്ദർശന സമയം. അങ്ങനെ നമ്മൾ കാർ മ്യൂസിയം നന്നായി കണ്ടു അല്ലേ. ഒരുപാട് കാറുകളല്ലേ, നല്ലൊരു കളക്ഷൻ തന്നെ, വളരെ നല്ല കളക്ഷൻ. അങ്ങനെ നമ്മളിനിപ്പോൾ കാര്യങ്ങൾ പഠിക്കാം. തീർച്ചയായിട്ടും മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും മിസ് ചെയ്യണ്ട കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടിയും റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സയൻസ് മ്യൂസിയവും കോയമ്പത്തൂരിലെ ഭക്ഷണ വിശേഷങ്ങളുമായിട്ട് ഇതിനൊരു 2ാം ഭാഗം ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഞാനിവിടെ കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾസ് റോയ്സ് സ്പെക്ട്രയ്ക്ക് മുന്നിൽ ഒരു ചിത്രം എടുത്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. പുതിയ വീഡിയോയുമായി നിങ്ങളിലേക്ക് വരാം. അതുവരേക്കും ബൈ ഫ്രം അർജുൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.